നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ജയിക്ക് നിലമ്പൂരിൽ വരണം, വരണം. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ആ പ്രദേശത്ത് പോയി പുത്തിരിപ്പാടം എന്ന പ്രദേശത്ത് അല്ലല്ല പുത്തിരിപ്പാടത്ത് എന്ന പ്രദേശത്ത് പോയിട്ട് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ഞാനും അങ്ങയോട് കൂടി വരാം. നമസ്കാരം. ആടിനെ പട്ടിയും പട്ടിയെ പേപ്പട്ടിയും ആക്കുന്ന വിദ്യകളെല്ലാം പഠിച്ചിരിക്കുന്ന ആളുകളാണ് CPM-ന്റെ നേതാക്കന്മാർ. അവർ വളച്ചു തിരിച്ച് കഥയെ തിരിച്ചും കൊണ്ടുവന്ന് യഥാർത്ഥ വില്ലനെ നായകനായും നായകനെ വില്ലനായും മാറ്റുന്ന പരിപാടി എല്ലാ കാലത്തും നടത്താറുണ്ട്. എൻ്റെ ഏറ്റവും അനുഭവസ്ഥനാണ് ഞാൻ. എന്നെ ലാവ്ലിംഗ് കേസ് പുറത്തു കൊണ്ടുവന്നപ്പോൾ എന്നെ എത്ര തവണ ഞാൻ ബ്ലാക്ക് മെയിലറാണ്, തട്ടിപ്പുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നോടോ ഞാൻ 2005 ഇത് പ്രസിദ്ധീകരിച്ച ശേഷം ഇപ്പോൾ 20 വർഷമായി ജീവിക്കുന്നു. എനിക്കെതിരെ അങ്ങനെ എന്തെങ്കിലും ബ്ലാക്ക് മെയിൽ നടത്തിയതിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയതിൻ്റെ എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടോ? എനിക്കെതിരെ കുറേ കള്ളക്കേസ് കൊണ്ടുവന്നു. അതെല്ലാം തിരിച്ച് കേസ് കൊടുത്തപ്പോൾ ജീവനം കൊണ്ട് ഓടുകയാണ് മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ. അപ്പോൾ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷനുമായി നടക്കുകയാണ്, എന്നെ ഒഴിവാക്കി തരണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള CPM നേതാക്കന്മാരുടെ പ്രതീകമാണ് ജെയ്ക്ക് സി തോമസ്. നമുക്കറിയാം, അദ്ദേഹം പറയുന്ന എവിടെയെങ്കിലും ഒരു ഇലക്ഷന് പോയി കഴിഞ്ഞാൽ അവിടെ വിജയിച്ചു, എതിർഭാഗം വിജയിച്ചു എന്ന് കരുതാം. ഇവിടെ നിലമ്പൂരിൽ ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചു. അതിൽ കൊലപാതകയായിട്ട് വരേണ്ട വിനീഷ് എന്ന് പറയുന്ന ആൾ കോൺഗ്രസ്സുകാരനാണെന്ന് വലിയ പ്രചരണം നടത്തുകയുണ്ടായി. എന്തിന്? ഇന്നലെ എനിക്ക് ഒരു കിട്ടിയ എൻ്റെ സുഹൃത്ത് അയച്ചെന്നൊരു പോസ്റ്റുണ്ട്. അതിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയുടെ മകനാണ് വിനീഷ് എന്ന് പറഞ്ഞ പ്രചരണം നടത്തുകയാണ് കോൺഗ്രസ്സുകാർ. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഒരു പോസ്റ്ററാണ് ഞാൻ അയച്ചത്. എന്തുമാത്രം ഹീനമായ നടപടിയാണ് ഇവർ നടത്തുന്നത്. അവർക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ ആ വാർത്തയെ വളച്ച് തിരിച്ച് കള്ളക്കഥ ഉണ്ടാക്കുന്നതിൽ മിടുക്കന്മാരാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. ഇന്നലെ മാതൃഭൂമി ചാനലിൽ മാധുവിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് വാർഡ് മെമ്പർ റജി മാഷ് പറഞ്ഞ വാചകങ്ങളുണ്ട്. ഈ പറയുന്ന വിനീഷ് ആ വാർഡിലെ മെമ്പറല്ല, അടുത്ത വാർഡിലെ മെമ്പറാണ്. അദ്ദേഹം ഒരു CPM-കാരൻ്റെ മകനാണ്. ആ CPM-കാരൻ്റെ മകൻ സ്ഥിരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്, ഇവിടെ വന്നിട്ട് ചെയ്യാറുണ്ടെന്ന് അറിയുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ വൈദ്യുതി ഉപയോഗിച്ച് വൈദ്യുതിയിൽ നിന്ന് വിദ്യുത് ശക്തി എടുത്ത് ഇങ്ങനെ പന്നികളെല്ലാം വേട്ടയാടുന്ന കാര്യം പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇങ്ങനെ വിനീഷാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. എൻ്റെ കൂടെ വരാമോ ജയിക്കേ, അവരുടെ വീട്ടിൽ പോകാം, തൻ്റെ ഇടമുണ്ടോ, ഇദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞ ജയിക്കിനെ വെല്ലുവിളിച്ചുകൊണ്ട് എൻ്റെ കൂടെ വാ, നമുക്ക് അവരുടെ വീട്ടിൽ പോകാം, ആ നാട്ടിൽ പോകാം, എന്നിട്ട് അവർ കോൺഗ്രസ്സുകാരാണോ കമ്മ്യൂണിസ്റ്റുകാരാണോ എന്നുള്ളത് പഠിക്കാം. അദ്ദേഹം കൃത്യമായി പറയുന്നു, റജി മാഷ് പറയുന്നു, ഇദ്ദേഹം CPM-കാരനാണ്, CPM-കാരൻ്റെ മകനാണ്. ഇതാണ് ക്രൈം പ്രസിദ്ധീകരിച്ചുള്ളത്. എനിക്ക് കിട്ടിയ വിവരം എന്താണ്? പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഒരു ഗുണ്ടാ മാഫിയ സംഘം ഉണ്ട്. അതാത് ഏരിയ സെക്രട്ടറിയുടെ കീഴിൽ അതാത് പ്രദേശ ഗുണ്ടകളും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളുമാണ് ചങ്ങാത്തമുള്ളത്. അതിലൊരു പോലീസ് സ്റ്റേഷനിലൊരു കോൺസ്റ്റബിൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ റവന്യൂ വകുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പിയൂൺ ഉണ്ടാവും. ഇവരാണ് അവിടെ ഭരിക്കുന്നത്. മണ്ണ് നികത്തും പാറമട ലോബി പ്രവർത്തിക്കുന്നതും ഒക്കെ ഇവരാണ്. ഇപ്പം പന്നികളെ വേട്ടയാടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത വിനീഷ് CPM-കാരനാണെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവർ കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഈ വാർഡ് കോൺഗ്രസ്സുകാരേതാണെന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഇദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് യാതൊരു തെളിവും ഇവർക്കില്ല. റജി മാഷ് കൃത്യമായി ഒന്ന് പറയുകയാണ്, വാർഡിലെ മെമ്പറേ അല്ല, അടുത്ത വാർഡിലെ മെമ്പറാണ് വിനീഷ് എന്ന് പറയുന്ന ആൾ. അയാൾക്ക് കോൺഗ്രസുമായി ബന്ധമില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ CPM-കാരനാണ്. അതായത് CPM-കാരനാണ് വിനീഷ് എന്ന് പറയുന്ന ക്രൈമിൻ്റെ വെളിപ്പെടുത്തൽ സത്യമാവുകയാണ്. മാത്രമല്ല പിണറായി വിജയൻ്റെ എല്ലാ മേഖലയിലുള്ള ഗുണ്ടാ മാഫിയ സംഘങ്ങളിൽ ആ ഭാഗത്തെ ഗുണ്ടാ മാഫിയ സംഘത്തിലെ ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് സ്ഥിരമായ പണി അവിടെയുള്ള മൃഗങ്ങളെ വേട്ടയാടുക, അത് മുറിച്ച് പലർക്കും കൊടുക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ വരുമാനമുണ്ടാക്കിയാണ് ഈ കൃത്രിമമായി വിദ്യുച്ഛക്തി ലൈനിൽ നിന്ന് കറണ്ട് എടുത്ത് കെണി ഒരുക്കിയിട്ടാണ് പന്നികളെയൊക്കെ പിടിക്കുന്നത്. അങ്ങനെ പിടിക്കാൻ വേണ്ടി വെച്ചതിലാണ് അനന്തു കുടുങ്ങി മരിച്ചു പോയത്. ഇതിനെയാണ് ഇത്രയും വളച്ചൊടിച്ച് കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞ് നിലമ്പൂരിൽ അവർ വോട്ട് തട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് എല്ലാ സ്ഥലത്തും ഇവർ നടത്തുന്ന കാര്യമാണ്. നമുക്കറിയാം, പാലക്കാട് ഇതേപോലെ നടത്തി, തൃപ്പക്കാക്കര നടത്തി. എന്തിന്?
പുതുപ്പള്ളി പോലും നടത്തിയിട്ട് പോലും രക്ഷയില്ലാതെയാണ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. ഇപ്പോൾ നിലമ്പൂരിൽ ജനരോഷം ആളിക്കത്തിയപ്പോൾ കള്ളക്കഥ പറഞ്ഞ് പറയുകയാണ്. എന്തായാലും മാധു ഇന്നലെ നടത്തിയ ആ ഡിബേറ്റ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നമുക്കൊന്ന് റജി മാഷ് പറയുന്നത് പൂർണ്ണമായി കേൾക്കാം. ആ സന്ദർഭത്തിൽ ജയിക്കിന് ഉത്തരം മുട്ടി കക്കൂസ് പോയാൽ വയറിന്ന് പോകാത്തൊരവസ്ഥയുണ്ടല്ലോ, അതേപോലൊരു അവസ്ഥയായിരുന്നു ജയിക്കിൻ്റെ അവസ്ഥ എന്ന് പറയാൻ പറ്റും. അസംബന്ധങ്ങളാണ് ജയിക്ക് പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആരോപിക്കുന്ന ഈ പ്രതി ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് ആരോപിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ജെയ്ക്ക് പി തോമസിന് ഈ വിവരം എവിടുന്ന് കിട്ടി? അദ്ദേഹം ഈ പ്രതിയെക്കുറിച്ച് മുൻധാരണയുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആരാണ് ഇയാൾ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണെന്ന് പറഞ്ഞു കൊടുത്തത്? അദ്ദേഹം എൻ്റെ വാർഡിൽപ്പെട്ട ആളല്ല. അദ്ദേഹം ആരോപിച്ചു എൻ്റെ വാർഡിൽപ്പെട്ട ആളാണ് ഈ വിനീഷ് എന്ന പ്രതികരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എൻ്റെ വാർഡുകാരനല്ല, എൻ്റെ തൊട്ടടുത്ത വാർഡുകാരനാണ് ഈ വിനീഷ്. അദ്ദേഹത്തിന് യാതൊരു കോൺഗ്രസ് കുടുംബ പശ്ചാത്തലവുമില്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് ഞാൻ മനസ്സിലാക്കുന്നത് CPM അനുഭാവിയാണ്. ഇദ്ദേഹത്തിന് പ്രത്യേക എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമാണ്, അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല, അദ്ദേഹം UDFകാരനല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെയോ UDFിൻ്റെയോ ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം കോൺഗ്രസിനും UDFിനും ഇന്നേ വരെ വോട്ട് ചെയ്തിട്ടില്ല. ജയിക്ക് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ നാളെ ജയിക്കിന് നേരെ അല്ലെങ്കിൽ CPMന് നേരെ തിരിഞ്ഞു കൊത്തുന്ന ഒരു സാഹചര്യമാണ്. ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഇടപെട്ടു. കൃത്യമായി ഇത്തരം പരാതികൾ KSEBക്കും വനം വകുപ്പിനും പോലീസിലും കൃത്യമായി അവിടെ കൊടുത്തു. ഈ പരിക്കേറ്റ കുട്ടിയുടെ ബന്ധു തന്നെ, രജനി തന്നെ ഇന്ന് നിങ്ങളുടെ ചാനലിൽ പറഞ്ഞല്ലോ, പഞ്ചായത്ത് പരാതി കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഞങ്ങളത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ മാത്രമാണ് ഈ പ്രതിയെക്കുറിച്ചും ഈ പ്രതി മുൻപ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും അവിടെ പരിസരവാസികൾ പറഞ്ഞിട്ടാണ് എന്നെപ്പോലുള്ള ആളുകൾ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ് നമ്മളത് അധികാരികളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ അദ്ദേഹം അതിനെ ഡിസോൺ ചെയ്യുന്നു, അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല എന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് നിഷ്പക്ഷമായി അല്ലെങ്കിൽ അങ്ങയുടെ നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തകരോട് ഇപ്പോഴത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തീരെ പരിചയമില്ലാത്ത ഈ കൊലപാതകയുടെ വാർഡിൽ പോയി ഒന്ന് ചോദിക്കണം, അദ്ദേഹം CPMന്റെ പ്രവർത്തകനാണോ അതോ ഇനി UDFിന്റെ കോൺഗ്രസിന്റെ അടിയുറച്ച പ്രവർത്തകനാണോ, ഏത് രാഷ്ട്രീയത്തോടാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ കൂറുള്ളത്? അവർ പറയട്ടെ. ഞാനിപ്പോ ഏകപക്ഷീയമായിട്ട് എന്റെ വാദത്തെ സാധൂകരിക്കാൻ ഒരു പുതിയ വാദം അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ജയിക്ക് നിലമ്പൂരിൽ വരണം, ഇത് നിങ്ങളെല്ലാവരും വരണം. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ആ പ്രദേശത്ത് പോയി, പുത്തിരിപ്പാടം എന്ന പ്രദേശത്ത് അല്ലല്ല, പുത്തിരിപ്പാടത്ത് എന്ന പ്രദേശത്ത് പോയിട്ട് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ഞാനും അങ്ങയോട് കൂടി വരാം. ഞാൻ മാത്രമല്ലല്ലോ, അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. മാത്രമല്ല, ഇങ്ങനത്തെ ഇടപെടലുകൾക്കകത്തൊന്നും ഒരു പ്രശ്നവും ആർക്കും തോന്നുന്നില്ല എന്നുള്ളത് വിചിത്രമായി തോന്നുന്നു. ഇരിക്കട്ടെ, ചർച്ചയാണത്, നടക്കട്ടെ നല്ല നിലയിൽ. അപ്പോൾ എന്തായാലും ആ വീട് സന്ദർശിച്ച ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നടത്തിയ പ്രതികരണങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്ന കാര്യമുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു. ഇദ്ദേഹം കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മാത്രമല്ല ഇദ്ദേഹം വൈദ്യുതി മോഷ്ടിക്കുകയും ഈ കുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ സൂക്ഷ്മ രാഷ്ട്രീയം കാണുന്നില്ല. പക്ഷേ ഇവരൊക്കെ വിലയിരുത്തുന്ന വിലയിരുത്തലുകളെ നമ്മളൊരു മാനദണ്ഡമായി സ്വീകരിച്ചാൽ തിരികെ ഇത്തരം വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്.